إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഹജ്ജിൻ്റെ മാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹജ്ജ് എന്നത് പരിശുദ്ധ ഇസ്ലാം ദീനിൻ്റെ മഹത്തായ 5 സ്തംഭങ്ങളിൽ ഒന്നാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം റിവായത്ത് ചെയ്ത പ്രസിദ്ധമായ ഹദീസിൽ നമുക്ക് കാണാം, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് وأن محمدًا عبده ورسوله وإقام الصلاة وإيتاء الزكاة وحج البيت وصوم رمضان. ഇസ്ലാം അത് പടുത്തുയർക്കപ്പെട്ടത് 5 കാര്യങ്ങൾക്ക് മീതെയാകുന്നു. ഒന്നാമത്തേത്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ അടിമയും റസൂലുമാണ് എന്ന സാക്ഷ്യം. രണ്ടാമത്തേത് 5 നേരത്തെ നിസ്കാരം. മൂന്നാമത്തേത് സകാത്ത്. നാലാമത്തേത് ഹജ്ജ്. അഞ്ചാമത്തേത് പരിശുദ്ധ റമളാനിലെ നോമ്പ്. വേറെ ചില റിവായത്തിൽ നാലാമത്തേത് പരിശുദ്ധ റമളാനിലെ നോമ്പ്, അഞ്ചാമത്തേത് ഹജ്ജ് എന്നും നമുക്ക് കാണാം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അതിമഹത്തായ അനുഗ്രഹമാണ് ഈ ഹജ്ജ് എന്നത്. അതിൻ്റെ ആളുകൾക്ക് നരകത്തിൽ നിന്നുള്ള മറയാക്കിയിരിക്കുന്നു അല്ലാഹു. അഥവാ മബ്റൂറായ പുണ്യകരമായ ഹജ്ജ് ആര് നിർവഹിച്ചുവോ അയാൾക്ക് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയും ബുദ്ധിയും ഹജ്ജിന് പോകാനുള്ള സാമ്പത്തികമായും ശാരീരികമായുള്ള ശേഷിയും കഴിവും എല്ലാം ഉണ്ടെങ്കിൽ ഹജ്ജ് അത് നിർബന്ധമാണ്. ഓരോ ആണിനും പെണ്ണിനും ഹജ്ജ് നിർവഹിക്കുക എന്നത് നിർബന്ധമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ സൂറത്തു ആലി ഇംറാനിലൂടെ അറിയിച്ചു, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈതി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ആർക്കാണോ ഹജ്ജിന് പോവാൻ സാധിക്കുന്നത്, അള്ളാഹുവിൻ്റെ ഭവനമായ പരിശുദ്ധ കഅബയിൽ വന്നുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് നിർവഹിക്കുക എന്നത് ജനങ്ങളുടെ മേൽ നിർബന്ധ ബാധ്യതയാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അല്ലയോ ഇബ്രാഹിം, താങ്കൾ ജനങ്ങളെ ഹജ്ജിന് വേണ്ടി വിളിക്കുക, അവർക്ക് വിളംബരം ചെയ്യുക. യഅതൂക, അവർ ആ വിളിക്കുത്തരം നൽകി വരും. നടന്നുകൊണ്ടും വിദൂരമായ സകല മലമ്പാതകളിലൂടെയും വരുന്ന എല്ലാവിധ മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്ത് കയറിയും അവർ നിന്റെ അടുക്കൽ വന്നുകൊള്ളും. അതുകൊണ്ട് ഇബ്രാഹിം, താങ്കൾ വിളംബരം ചെയ്യുക എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ അറിയിച്ചതായി നമുക്ക് കാണാം. ഈ മഹത്തായ ആയത്തിൻ്റെ തഫ്സീറിൽ
മഹാനായ ഇമാം അൽ ഖുർത്തുബി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ലമ്മാ ഫറഗ ഇബ്രാഹിമു അലൈഹിസ്സലാമു മിൻ ബിനാഇൽ ബൈത്ത്, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിൻ്റെ ഭവനമായ കഅബ അത് പണി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ വഖീല ലഹു, അദ്ദേഹത്തോട് പറയപ്പെട്ടു, അദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഓ ഇബ്രാഹിം ജനങ്ങളെ താങ്കൾ ഹജ്ജിനു വേണ്ടി വിളിക്കുക. ഖാല, അദ്ദേഹം തിരിച്ചു ചോദിച്ചു, യാ റബ്ബ്, എൻ്റെ റബ്ബേ, വമാ യബ്ലുഗു സൗതി, എൻ്റെ ഈ ശബ്ദം എങ്ങനെയാണ് അവരിലേക്ക് എത്തുക? ഖാല, അല്ലാഹു പറഞ്ഞു, അദ്ദിൻ വഅലയ്യൽ ഇബ്ലാഗ്, താങ്കൾ വിളിക്കുക, വിളംബരം ചെയ്യുക, എത്തിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ഫസഅദ ഇബ്രാഹിമു ഖലീലുല്ലാഹ് ജബല അബി ഖുബൈസിൻ വസാഹ അയ്യുഹന്നാസ്, ആ സന്ദർഭത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിൻ്റെ ഖലീൽ അബൂ ഖുബൈസ് പർവ്വതത്തിൻ്റെ മുകളിൽ കയറി എന്നിട്ട് ഉറക്കെ വിളിച്ചു, അല്ലയോ ജനങ്ങളെ, ഇന്നല്ലാഹ ഖദ് അമറക്കും ബിഹജ്ജി ഹാദൽ ബൈതി, ഇദാ അല്ലാഹു റബ്ബുൽ ആലമീൻ നിങ്ങളോട് ഈ ഭവനത്തിൽ ഈ പരിശുദ്ധ കഅബയിൽ വന്നുകൊണ്ട് ഹജ്ജ് നിർവഹിക്കാൻ കൽപ്പിക്കുന്നു. ലിയുസീബക്കും ബിഹിൽ ജന്ന വയുജീറക്കും മിൻ അദാബിന്നാർ. എന്തിനാണ് അല്ലാഹു ഹജ്ജ് കൽപ്പിച്ചത്? ഹജ്ജ് നിർവഹിക്കുവാൻ ജനങ്ങൾക്ക് വിളംബരം ചെയ്യാൻ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? ആ കൽപ്പന നടത്തിയത് എന്തിനു വേണ്ടിയാണ്? സ്വർഗം പ്രതിഫലമായി നൽകാൻ, കത്തിയെരിയുന്ന നരകശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്താൻ. ഫഹജ്ജു, അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ ഹജ്ജ് നിർവഹിക്കുക. ഫഅജാബഹു മൻ കാന ഫീ അസ്ലാബിർ റിജാലി വഅർഹാമിൻ നിസാ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്. ആരൊക്കെ തങ്ങളുടെ പിതാവിൻ്റെ മുതുകിലായിരിക്കുന്നുവോ, ആരൊക്കെ തങ്ങളുടെ മാതാവിൻ്റെ ഗർഭാശയത്തിലായിരിക്കുന്നുവോ അവർ ഉത്തരം നൽകി, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളിതാ വന്നിരിക്കുന്നു. ഫമൻ അജാബ യൗമൈദിൻ ഹജ്ജ അലാ ഖദ്രിൽ ഇജാബ, ഇൻ അജാബ മറത്തൻ ഫമറ വഇൻ അജാബ മറത്തൈനി ഫമറത്തൈൻ. അന്നേ ദിവസം ഓരോരുത്തരും എങ്ങനെയാണോ ഉത്തരം നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഅബയിലേക്ക് ഹജ്ജിന് വരിക. ഒരു തവണയാണ് ഉത്തരം നൽകിയത് എങ്കിൽ ഒരു തവണ വരും, 2 തവണ ഉത്തരം നൽകിയെങ്കിൽ 2 തവണ അവിടെ ആ ഹജ്ജ് നിർവഹിക്കാനായി വരും. വജറത്തി തൽബിയതു അലാ ദാലിക്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് എന്ന തൽബിയത്ത് നിലനിന്നു പോരുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വിളിക്കാൻ ആഹ്വാനം ചെയ്തു. അദ്ദേഹം വിളിച്ചു. അന്ന് ആര് ഉത്തരം നൽകിയോ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് ഉത്തരം നൽകിയോ, അയാൾ പരിശുദ്ധ കഅബയിൽ ചെന്നുകൊണ്ട് ഹജ്ജ് നിർവഹിക്കുമെന്നാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബാധ്യതയാണ് ഹജ്ജ് നിർവഹിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ സാധിക്കുന്ന ആളുകൾ ആരോഗ്യവും സമ്പത്തുമുള്ള സന്ദർഭത്തിൽ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് നിർവഹിക്കാൻ വേഗത്തിൽ ചെല്ലേണ്ടതാണ്. ആണായാലും പെണ്ണായാലും ശരി, സാധാരണ പൊതുവെ വയസ്സായിട്ടാണ് ഹജ്ജിന് പോവാൻ ആളുകൾ തയ്യാറാവുക. സഹോദരങ്ങളെ, ആരോഗ്യമുള്ള സന്ദർഭത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കണം. വയസ്സായി പ്രായം ചെന്ന് അവിടെ പോയാൽ ചെറുപ്പക്കാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഉന്മേഷത്തോടു കൂടി ചെയ്യാൻ സാധിക്കുകയില്ല എന്നത് മറ്റൊരു വശമാണ്. അതുകൊണ്ട് പ്രായം ചെല്ലാൻ, മുടി നരക്കാൻ, എല്ലുകൾ ക്ഷയിക്കാൻ കാത്തു നിൽക്കേണ്ടതില്ല. സമയവും സന്ദർഭവും സാമ്പത്തികവും ആരോഗ്യവും ഉണ്ടെങ്കിൽ വേഗത്തിൽ ഹജ്ജിന് വേണ്ടി സഹോദരങ്ങളെ നമ്മൾ ഒരുങ്ങേണ്ടതാണ്. മറ്റു പല കാരണങ്ങളുമാണ് പൊതുവെ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വരിക. അങ്ങനെയുണ്ട്, ഇങ്ങനെ ഇടപാടുകളുണ്ട്, ഇങ്ങനെ കടമുണ്ട്, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ ഭൗതിക കാര്യങ്ങൾ കൃത്യമായി നടക്കുകയും ചെയ്യും. നമുക്കൊരു യാത്ര പോകണം, യാത്ര പോകും. വീട് വെക്കണം, വീട് വെക്കും. സ്ഥലം വാങ്ങണം, സ്ഥലം വാങ്ങും. മറ്റുള്ള എല്ലാ കാര്യങ്ങളും പൊതുവെ ആളുകൾ ചെയ്യാറുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഹജ്ജിന് പോവാൻ, ഹജ്ജ് നിർവഹിക്കാൻ അതിനുവേണ്ടി പലപ്പോഴും ഒരുപാട് കാലം കാത്തു നിൽക്കും. അവസാനം അള്ളാഹുവിൻ്റെ തൗഫീഖ് കിട്ടിയ ആളുകൾ പോകും, അല്ലാത്തവർ മരിച്ച് ഇഹലോകത്ത് നിന്ന് വിട പറഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, ആരോഗ്യവും സമ്പത്തുമുള്ള കാലത്ത് നമ്മുടെ മനസ്സിൽ നിയത്താക്കുക, നമ്മളതിന് തയ്യാറാവുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ മേൽ നിർബന്ധമാക്കിയ നമ്മുടെ ഇസ്ലാം ദീനിൻ്റെ 5 സ്തംഭങ്ങളിൽ 4 പൊതുവേ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുക. 5ാമത്തത് കൂടി സഹോദരങ്ങളെ പൂർത്തീകരിച്ചുകൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടുക എന്നത് എത്ര മനോഹരമായ കാര്യമാണ്. ഹജ്ജ് എന്നത് സഹോദരങ്ങളെ ധാരാളം പ്രത്യേകതകൾ, ശ്രേഷ്ഠതകൾ ഉള്ള മഹത്തായ ഒരു ഇബാദത്താണ്.
കാരണം നമ്മുടെ സമ്പത്ത്, അതുപോലെ നമ്മുടെ ശാരീരികമായ പ്രയത്നം അതെല്ലാം അതിലുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹജ്ജ ഹാദൽ ബൈത ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കമാ വലദത്ഹു ഉമ്മുഹു. ആരാണോ ഈ പരിശുദ്ധ കഅബയിൽ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ വന്നുകൊണ്ട് ഹജ്ജ് നിർവഹിച്ചത്, എങ്ങനെ നിർവഹിക്കണം? ഫലം യർഫുസ്, ലൈംഗികമായ യാതൊരു കാര്യവും അതിലൊന്നും ഏർപ്പെടാതെ, വലം യഫ്സുഖ്, വാക്കുകളാവട്ടെ പ്രവർത്തനങ്ങളാവട്ടെ ഒരു തിന്മകളും ചെയ്യാതെ, തെറ്റും ചെയ്യാതെ, അങ്ങനെ ആര് ഹജ്ജ് നിർവഹിക്കുന്നുവോ, റജഅ കമാ വലദത്ഹു ഉമ്മുഹു, അയാളുടെ ഉമ്മ അയാളെ പ്രസവിച്ചതുപോലെ ആയിരിക്കും ഹജ്ജ് കഴിഞ്ഞ അയാൾ തിരിച്ചു മടങ്ങുക. അഥവാ സഹോദരങ്ങളെ, ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ട് യാതൊരു തെറ്റും അവശേഷിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്ത രൂപത്തിൽ തങ്ങളുടെ കുടുംബത്തിലേക്ക് അവർ മടങ്ങും. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഉംറതു ഇലൽ ഉംറതി കഫാറത്തുൻ ലിമാ ബൈനഹുമാ. ഒരു ഉംറ ചെയ്തു, അടുത്ത ഉംറ ചെയ്യുന്നതിന് ഇടയിലുള്ള സമയങ്ങൾ എന്നത് ഒരു മനുഷ്യന്റെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള പ്രായശ്ചിത്തമാണ്. വൽ ഹജ്ജുൽ മബ്റൂർ, പുണ്യകരമായ ഹജ്ജിന് ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും ഇല്ല. സഹോദരങ്ങളെ, മബ്റൂറായ ഹജ്ജായിരിക്കണം നമ്മുടെ ഹജ്ജ് എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഹദീസുകളെ വിശദീകരിക്കവേ മഹാന്മാരായ ഉലമാക്കൾ ഉണർത്തിയിരിക്കുന്നു, 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മബ്റൂറായ ഹജ്ജ് നിർവഹിക്കുവാൻ. ഒന്ന്, ഹജ്ജിൽ യാതൊരു തെറ്റും തിന്മകളും കടന്നു വരാൻ പാടില്ല. അത് വാക്കുകളാകട്ടെ പ്രവൃത്തികളാവട്ടെ, ഒരു നിലക്കുള്ള തെറ്റുകളും ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ ഇഹ്റാമിന് ശേഷം വരാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ഹജ്ജ് എന്നത് ആളുകളെ കാണിക്കുവാനോ, ആളുകൾ ഹാജി എന്ന് വിളിക്കാനോ, ആളുകളുടെ പുകഴ്ത്തൽ പ്രശംസ അത് കേൾക്കാനോ അങ്ങനെ ഒരു നീയത്ത് മാറിയ അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. മൂന്നാമത്തേത്, ഹലാലായ അള്ളാഹു അനുവദിച്ചു തന്ന അങ്ങനെയുള്ള സമ്പത്തായിരിക്കണം. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും പുണ്യകരമായ ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് ആര് തിരിച്ചു മടങ്ങിയോ അയാൾ മാതാവ് പ്രസവിച്ചതുപോലെയായിരിക്കും. അയാൾക്ക് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും ഇല്ല. അതുപോലെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹു, ഹജ്ജ് എന്നത് അതിനു മുമ്പുള്ള തെറ്റുകളെ പൊളിച്ചുകളയും തകർത്തുകളയും എന്നത് താങ്കൾക്ക് അറിയില്ലയോ? സഹോദരങ്ങളെ, മബ്റൂറായ ഹജ്ജ് ചെയ്ത ഒരാൾ തിരിച്ചു മടങ്ങുമ്പോൾ അയാളുടെ അവസ്ഥ ഇതുപോലെയായിരിക്കും. മറ്റൊരു ഹദീസിൽ ഒരിക്കൽ അവിടത്തോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ അമലി അഫ്ളൽ, അള്ളാഹുവിൻ്റെ റസൂലെ ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രവർത്തനം ഏതാണ്? ഫഖാല, അവിടുന്ന് പറഞ്ഞു, ഈമാനും ബില്ലാഹി വ റസൂലിഹി, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസവുമാണ്. ഖീല, ചോദിക്കപ്പെട്ടു, സുമ്മ മാദ, പിന്നെ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രവർത്തനം? ഖാല, അവിടുന്ന് പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടമാണ്. ഖീല, വീണ്ടും ചോദിക്കപ്പെട്ടു, സുമ്മ മാദ, അള്ളാഹുവിൻ്റെ റസൂലെ പിന്നെ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രവർത്തനം? ഖാല, അവിടുന്ന് പറഞ്ഞു, ഹജ്ജും മബ്റൂർ, പുണ്യകരമായ മബ്റൂറായ തെറ്റുകളോ ലൈംഗിക ബന്ധങ്ങളോ അതുപോലെയുള്ള കാര്യങ്ങളോ നിയത്ത് മാറിപ്പോവലോ ഒന്നുമില്ലാത്ത നല്ല രൂപത്തിലുള്ള ഹജ്ജ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, വഫ്ദുല്ലാഹി സലാസത്തുൻ, അള്ളാഹുവിൻ്റെ അതിഥികൾ എന്നത് 3 വിഭാഗക്കാരാണ്. അൽ ഗാസി, ഒന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാട്ടം നടത്തുന്ന ആളുകൾ. രണ്ടാമത്തത് വൽ ഹാജ്, ഹാജിമാർ, ഹജ്ജിനു വേണ്ടി അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് വരുന്നവർ അള്ളാഹുവിൻ്റെ അതിഥികളാണ്. വൽ മുഅ്തമിർ, ഉംറയ്ക്ക് വേണ്ടി വരുന്നവർ. ചില റിവായത്തിൽ നമുക്ക് കാണാം, ഉലൈകല്ലദീന യസ്അലൂനല്ലാഹ ഫയുഅതീഹിം സുആലഹും, മേൽ പറയപ്പെട്ട 3 വിഭാഗം ആളുകൾ, അവർ അള്ളാഹുവിനോട് വല്ലതും ചോദിച്ചാൽ ആ ചോദ്യങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകുന്നതാണ്. സഹോദരങ്ങളെ, ഹജ്ജ് എന്നത് എത്ര മനോഹരമായ എത്ര മഹത്തരമായ കാര്യമാണ് എന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. ഈ പറഞ്ഞ ശ്രേഷ്ഠതകൾ കേൾക്കുന്ന ഓരോ മുഅ്മിനും അതിലേക്ക് വേഗത്തിൽ വേഗത്തിൽ കുതിച്ചു ചെല്ലേണ്ടതാണ്. സമയം അത് വിലപ്പെട്ടതാണ്. സമയം അത് പാഴാക്കി കളയാനുള്ളതല്ല. കുറച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരുന്നാൽ ഒരുപക്ഷെ പിന്നീട് ചെയ്യാൻ സാധിക്കുകയില്ല. എത്ര ആളുകളുണ്ട്, ഒന്നല്ലെങ്കിൽ വല്ല പ്രശ്നത്തിലും അകപ്പെടും. സാമ്പത്തികമായി നല്ല ഉയർച്ചയിലുണ്ടായിരുന്ന കാലത്ത് അത് ചിന്തിക്കാതിരുന്നാൽ ചിന്തിക്കുന്ന സമയത്ത് സാമ്പത്തികമായി തകർന്ന അവസ്ഥയിലായിരിക്കും.
അതല്ലെങ്കിൽ ആരോഗ്യമുള്ള സമയത്ത് ചിന്തിക്കാതിരുന്നാൽ ചിന്ത വരിക ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാലായിരിക്കും. മറ്റൊരാളുടെ സഹായത്തോടുകൂടി അങ്ങനെ പ്രയാസപ്പെട്ട് ചെയ്യുന്നതിന് പകരം സഹോദരങ്ങളെ, നല്ല ഉന്മേഷമുള്ള ആരോഗ്യമുള്ള സന്ദർഭത്തിൽ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് നിർവഹിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. മുഅ്മിനിൻ്റെ സ്വപ്നമായി തീരണം അള്ളാഹുവിന് വേണ്ടിയുള്ള ഹജ്ജ് എന്നത്. നമ്മുടെ മനസ്സിൽ സദാസമയം ആഗ്രഹമുണ്ടായിരിക്കണം, ഹജ്ജിന് പോകണം, ഹജ്ജ് ചെയ്യണം, ഹജ്ജ് കർമ്മം നിർവഹിക്കണം. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ഇഹ്റാമിലായിക്കൊണ്ട് ആ തിരുസന്നിധിയിൽ എത്തണം എന്ന് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മനസ്സിൽ നിയ്യത്തുണ്ടായിരിക്കണം, നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ടായിരിക്കണം, അതോടൊപ്പം പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവെ മബ്റൂറായ ഹജ്ജ് നിർവഹിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണേ. നമ്മുടെ സഹോദരങ്ങൾ ഹജ്ജിനു വേണ്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ നല്ല രൂപത്തിൽ മബ്റൂറായ ഹജ്ജ് നിർവഹിച്ചു മടങ്ങി വരാൻ അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യാതൊരു തെറ്റുകളും പ്രശ്നങ്ങളും ഇല്ലാതെ സുരക്ഷിതമായി തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ, അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. സഹോദരങ്ങളെ, ഹജ്ജിൻ്റെ സമയമെന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയതുപോലെ അത് അയ്യാമും മഅദൂദാത്ത്, എണ്ണപ്പെട്ട ചില ദിനങ്ങളാണ്. ഹജ്ജിന് പോകുന്ന ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം പരമാവധി ഇബാദത്തുകളിൽ മുഴുകാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. സമയമെന്നത് വേഗത്തിൽ തീർന്നു പോകും. അതുകൊണ്ട് കിട്ടിയ അവസരം നന്നായി മുതലെടുത്ത് മബ്റൂറായ ഹജ്ജിലേക്ക് തങ്ങളുടെ ഹജ്ജ് എത്തിക്കാൻ അഹോരാത്രം പരിശ്രമിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഹജ്ജിൻ്റെ വിധിവിലക്കുകൾ, കാര്യങ്ങൾ അത് കൃത്യമായി ആവർത്തിച്ച് പഠിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതായി പറഞ്ഞു കൊടുത്തതായി നമുക്ക് കാണാം. ലിതഅഖുദൂ മനാസികക്കും, നിങ്ങൾ എന്നിൽ നിന്നും ഹജ്ജിൻ്റെ കർമ്മങ്ങൾ അത് പഠിക്കുവാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത് എന്ന അർത്ഥത്തിൽ അവിടുന്ന് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് ഹജ്ജുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ ഹജ്ജിന് മുന്നേ തന്നെ നന്നായി പഠിച്ച് ഉറപ്പിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, പരിശുദ്ധ കഅബയിൽ പ്രത്യേകിച്ച് ഹജ്ജിൻ്റെ അവസരത്തിൽ ചെല്ലുമ്പോൾ നല്ല തിരക്കുണ്ടായിരിക്കുമെന്നത് പൊതുവെ അറിയപ്പെട്ട കാര്യമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ആ സന്ദർഭത്തിൽ ഏറ്റവും നല്ല സ്വഭാവ ഗുണം അത് കാത്തു സൂക്ഷിക്കാൻ ഓരോ ഹാജിമാരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ ഉന്തും തള്ളും തിരക്കും ഉണ്ടാകുമ്പോൾ നമ്മുടെ പഴയ സ്വഭാവം പുറത്തേക്ക് വരരുത്. ഏറ്റവും നല്ല സ്വഭാവത്തിൽ, കാരണം ഇബാദത്തിനാണ് അവിടെ വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞില്ലേ, റഫസോ ഫുസൂക്കോ പാടില്ല, ലൈംഗിക സംസർഗം അതുപോലെയുള്ള വാക്കുകൾ പ്രവൃത്തികൾ പാടില്ല, അതോടൊപ്പം തിന്മകളും പാടില്ല. തെറ്റുകൾ വാക്കുകൾ കൊണ്ടുവരും, അതുപോലെ പ്രവൃത്തികൾ കൊണ്ടുവരും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന മിൻ ഖിയാരിക്കും അഹ്സനക്കും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാണ്. അതുകൊണ്ട് ഹജ്ജിൻ്റെ വേളയിൽ പ്രത്യേകം സ്വഭാവ ഗുണങ്ങൾ കാത്തു സൂക്ഷിക്കാൻ ശ്രദ്ധിക്കാൻ തയ്യാറാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട് പുറപ്പെടുമ്പോഴും അതിനുശേഷവും തിരിച്ചു മടങ്ങുമ്പോഴും ഹജ്ജിൻ്റെ വേളകളിലും അതുപോലെയുള്ള ഹജ്ജിൻ്റെ കർമ്മങ്ങളിലും സഹോദരങ്ങളെ, ധാരാളം ആളുകൾ തങ്ങളുടെ കൂട്ടത്തിലുള്ള അതല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കേട്ടിട്ടുള്ള പണ്ഡിത പുരോഹിതന്മാരുടെ ഷിർക്കിൻ്റെ അതുപോലെയുള്ള ബിദ്അത്തുകളുടെ വാക്കുകൾ അതനുസരിച്ച് പ്രവർത്തിച്ച് തങ്ങളുടെ ഹജ്ജുകൾ പാഴാക്കി കളയുന്നതായി കാണാം. മിനായിൽ വെച്ചുവരെ അവിടെ വെച്ചുവരെ മാല മൗലിദുകൾ പാടുന്നവരുണ്ട് എന്നാണ്. അതുകൊണ്ട് ഷിർക്കിൻ്റെ ബിദ്അത്തുകളുടെ എല്ലാ ലാഞ്ചനകളിൽ നിന്നും രക്ഷപ്പെടണം. കാരണം ഹജ്ജ് അത് തൗഹീദിൻ്റെ പ്രഖ്യാപനമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന മഹത്തായ ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൻ്റെ പ്രഖ്യാപനമാണത്. ഇന്ന് നമ്മൾ കാണുന്നില്ലേ, തങ്ങളുടെ ഷിർക്കിനു വേണ്ടി തെളിവ് പിടിക്കാൻ ഹജ്ജും തവാഫും സഅയും മഖാമു ഇബ്രാഹിമിൻ്റെ പിന്നിലുള്ള നിസ്കാരവും വരെ ഷിർക്കിന് തെളിവായി പറയുകയാണ്. അതും വലിയ വലിയ നേതാക്കന്മാരെന്ന് അവകാശപ്പെടുന്നവർ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ തങ്ങളുടെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാനും ജാറങ്ങളിൽ തവാഫ് ചെയ്യാനും അവിടെ സഅയ് നടത്താനും എങ്ങനെയാണ് തെളിവാവുക? അതുകൊണ്ട് സഹോദരങ്ങളെ, ഹജ്ജിന് പോകുന്നവർ, അവിടെ എത്തിയിട്ടുള്ളവർ, ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്നവർ നന്നായി ശ്രദ്ധിക്കുക. തങ്ങളുടെ ആത്മീയത, തങ്ങളുടെ ദീൻ അത് പാഴാക്കി കളയുന്ന നശിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്നുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. വ്യക്തമായ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ പഠിപ്പിക്കുന്ന
അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് വിജ്ഞാനം, ഇൽമ് അത് സ്വീകരിക്കുക, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പഠിച്ചെടുക്കുക, വ്യക്തമായ തെളിവുകൾ കണ്ട് പഠിച്ചു മനസ്സിലാക്കി അങ്ങനെ ഹജ്ജ് നിർവഹിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ആത്മാർത്ഥമായി റബ്ബിനോട് ദുആ ചെയ്യുക. ഹജ്ജിൻ്റെ കർമ്മങ്ങൾക്ക് അവിടെ തൽബിയത്തുമായി എത്തിച്ചേരാൻ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക് എന്നിങ്ങനെയുള്ള തൽബിയത്തുമായി കഅബയിൽ എത്തിച്ചേരാൻ അതിനുവേണ്ടി ആത്മാർത്ഥമായി അല്ലാഹുവിനോട് തൗഫീഖിനെ ചോദിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മബ്റൂറായ ഹജ്ജ് നിർവഹിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ, നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ ഏറ്റവും നല്ല രൂപത്തിൽ ഹജ്ജ് ചെയ്ത് മടങ്ങി വരാനുള്ള സൗഭാഗ്യം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين.